നമസ്കാരം. ഇതെൻ്റെ ഒരു പുതിയ ടോപ്പിക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് മുതിര. പണ്ടൊക്കെ പഴയ വീടുകളിലൊക്കെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും ഒന്നി അത് കറി വെച്ചോ അല്ലെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ അത് പുഴുങ്ങിയിട്ടൊക്കെ മുളപ്പിച്ചൊക്കെ കഴിക്കുന്നവരാണ്. ഇന്നത്തെ ജനറേഷനിൽ എല്ലാവർക്കും ഒന്നും അറിയാത്തൊരു സാധനമാണ് മുതിര എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ശരീരത്തിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി ലഭിക്കുന്ന ഒരു സാധനമാണ് മുതിര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് എപ്പോഴും ഒരു തണുപ്പ്, അതായത് പ്രത്യേകിച്ച് നമുക്ക് പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് തണുപ്പ് കൂടുതലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു കിടുങ്ങൽ, ഒരു വിറയൽ പോലെയൊക്കെ നമുക്ക് ശരീരത്തിനൊരു ബലക്കുറവ്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്കിത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ നമ്മുടെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവിനെ തന്നെ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്ഥിരമായിട്ട് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന്റെ കൊഴുപ്പ്, കാരണം ഇതിന് നമ്മുടെ കൊഴുപ്പിനെ വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കാം, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമുക്ക് അത് കറികളിൽ ഉൾപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ തോരൻ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇത് മുളപ്പിച്ചോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി സ്റ്റോൺ, മൂത്രത്തിൽ കല്ലൊക്കെ ഉള്ള ആൾക്കാർക്കും, അതുപോലെ തന്നെ പീരീഡ് ഇറഗുലർ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള മന്ത്ലി കറക്റ്റ് ആയിട്ട് ആകുന്നില്ല, ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇതിന്റെ നമ്മുടെ ശരീരത്തിന്റെ പ്രോട്ടീന്, അതുപോലെ ഇതൊരു ആന്റി ഓക്സിഡന്റുമാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരം പ്രത്യേകിച്ച് വാതസംബന്ധമായിട്ടൊക്കെ ഉള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ജോയിന്റ്സ് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ശരിക്കും ഇത് നമ്മുടെ ഈ മുതിര എന്ന് പറയുന്നത് നമ്മൾ പൊടിച്ചിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ചൂടാക്കി കിഴി കെട്ടിയിട്ട്, നമ്മൾ കിഴി കെട്ടുമല്ലോ, തുണിയിൽ വെച്ച് കിഴി കെട്ടി ചെറുതായിട്ട് ആ ജോയിന്റ്സിലൊക്കെ ചൂട് കൊടുക്കുകയാണെങ്കിൽ വളരെ വേദനയ്ക്കൊക്കെ വേദന, അതുപോലെ തന്നെ നമുക്ക് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും നല്ല വ്യത്യാസം ഉണ്ടാവും ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം. നമുക്ക് വെയിറ്റ് ലോസ്, വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് നമുക്ക് ഏത് രീതിയിൽ വേണോ ഉണ്ടാക്കി കഴിക്കാം. പ്രമേഹം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സ്ഥിരമായിട്ട് ജലദോഷം, അലർജി പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് കഴിക്കാം. അതുപോലെ നമ്മുടെ വിരശല്യം, വേംസിന്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് ബലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്കതിനെ, കാരണം ഇതിൽ പ്രോട്ടീൻ ഒക്കെ കൂടുതലാണ്, അപ്പം പ്രോട്ടീൻ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എല്ലാവർക്കും കഴിക്കാം. അത് നമുക്ക് ഇന്ന ഒരു ടൈമിംഗ് എന്നില്ല. അപ്പോൾ അത് എല്ലാവരും ഇത് സ്ഥിരമായിട്ട് നമുക്ക് മുളപ്പിച്ച് കഴിക്കാം. അതുപോലെ പല കറികൾ ഉണ്ടാക്കി കഴിക്കാം. എങ്ങനെയാണെങ്കിലും പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ളവർക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.